ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്മാവാണ്. അപ്പോൾ വെജിറ്റബിൾസും ഓട്സൊക്കെ കഴിക്കാൻ ഇത്തിരി മടിയുള്ള കുട്ടികളുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ നന്നായിട്ട് ഇഷ്ടമാവും. അതുപോലെ തന്നെ മുതിർന്നവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഓട്സ് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കി എടുക്കുക. അതിലേക്ക് 1 കപ്പ് ഓട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് റോൾഡ് ഓട്സ് ആണ് കേട്ടോ. ഈ റോൾഡ് ഓട്സ് എടുക്കാൻ കാരണം ഈ ഉപ്മാവ് ഇങ്ങനെ കുഴഞ്ഞ് പോവാതെ ഇങ്ങനെ വേറെ വേറെ കിടക്കുന്ന ഉപ്മാവുണ്ടല്ലോ, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെ ഇഷ്ടമല്ലവർ ഈ റോൾഡ് ഓട്സ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപ്മാവ് കിട്ടും. അപ്പോൾ നമ്മുടെ സാധാരണ ഓട്സിൽ ഇതുപോലെ തന്നെ ചെയ്യാം. പക്ഷേ നമ്മുടെ ശ്രദ്ധ ഒന്ന് വിട്ട് ഒരിത്തിരി വെള്ളം കൂടിപ്പോയാൽ പെട്ടെന്ന് തന്നെ ഈ ഉപ്മാവ് കുഴഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ കുഴഞ്ഞു പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപ്മാവ് കിട്ടണമെങ്കിൽ ഈ റോൾഡ് ഓട്സ് തന്നെ ചെയ്യുമ്പോൾ അതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ഓട്സ് ഇവിടെ വറുവായി വന്നിട്ടുണ്ട്, നല്ലൊരു മണം വരുന്നുണ്ട്. ആ ഒരു സമയത്താണ് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യേണ്ടത്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 മിനിറ്റ് നമുക്ക് വറുത്തെടുത്താൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ ഓട്സ് വറുവായിട്ട് കിട്ടും. അത്ര സമയം മതി, ലേറ്റായിട്ടൊന്ന് വറുവായി കിട്ടിയാൽ മതി. അപ്പോൾ നമുക്കിതിനി മാറ്റി വെക്കാം. ഇനി വേറൊരു പാന് ചൂടാക്കി എടുക്കുക. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. ഈ എണ്ണയ്ക്ക് പകരമായിട്ട് നമുക്ക് നെയ്യിൽ ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇനി ചേർക്കുന്നത് ഉഴുന്ന് പരിപ്പാണ്. 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതും ഒന്ന് പൊട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് നിറം മങ്ങി വരുമ്പോൾ ഇനി ചേർക്കുന്നത് നമ്മുടെ കടല ഉണ്ടല്ലോ, നിലക്കടല, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കടലയ്ക്ക് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ കാഷ്നട്ടൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതും മാറ്റാം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറുവായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചെറുതായിട്ട് മുറിച്ചെടുത്ത 1 ടീസ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 1 പച്ചമുളകാണ് ചേർക്കുന്നത്. ഇനി എല്ലാം കൂടെ ഒന്നിങ്ങോട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സവാളയാണ് ഞാൻ ചേർക്കുന്നത്. അതും ചെറുതായിട്ട് മുറിച്ചെടുത്ത സവാള. എന്നിട്ട് ഒന്നും കൂടെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസിൻ്റെ അളവൊക്കെ നമുക്ക് തീരുമാനിക്കാം കേട്ടോ, എത്ര വെജിറ്റബിൾസ് വേണമെന്നൊക്കെ. ഞാൻ എല്ലാം 2 ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമല്ല വെജിറ്റബിൾസൊക്കെ ഇതിൽ ചേർക്കാൻ ശ്രമിക്കുക, എങ്കിലേ കുട്ടികളൊക്കെ നന്നായിട്ട് ഇഷ്ടമായിട്ട് കഴിക്കുള്ളൂ അത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ്, പിന്നെ ബീൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്വീറ്റ് കോണൊക്കെ ചേർക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പാകത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വീണ്ടും ഈ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചച്ചുവ ഉണ്ടല്ലോ അത് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് നേരം അങ്ങോട്ട് വഴറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മളിത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുമല്ലോ. നമ്മൾ ഓട്സിലിട്ടിട്ട് ഇത് വേവായിട്ട് വരുമല്ലോ. അപ്പോൾ ചെറുതായിട്ടൊരു 1 മിനിറ്റോളം ഒന്ന് ഇങ്ങോട്ട് വഴറ്റി കൊടുത്താൽ മതി എല്ലാം കൂടെ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കുന്നത് വെള്ളമാണ്, ഓട്സ് വേവാനുള്ള വെള്ളം. അപ്പോൾ 1 കപ്പ് ഓട്സിന് 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് റോൾഡ് ഓട്സ് ആയതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ സാധാരണ ഓട്സ് ആണെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം മതിയാവും കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൽ ഉപ്പ് പാകത്തിനില്ലേ എന്നൊന്ന് നോക്കണം. കാരണം നമ്മുടെ ഓട്സിലേക്കുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ ഓട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ചേർക്കുമ്പോൾ ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഓട്സിലേക്കുള്ള ഉപ്പും കൂടെ ഈ ഒരു വെള്ളത്തിലുണ്ടോയെന്നൊന്ന് നോക്കാം. നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച ഓട്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് കണ്ടാൽ നമ്മുടെ ഓട്സ് പെർഫെക്റ്റ് ആയിട്ട് വേവായിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോവാതെ നല്ല വേറെ വേറെ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇനി ഇത് ഒന്നിങ്ങോട്ട് ചൂടാറി വരുമ്പോഴേക്കും നന്നായിട്ട് വേറിട്ട് കിടക്കും. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ്. അപ്പോൾ ഈ തേങ്ങയും കൂടെ ചേർക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ തേങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം. പക്ഷേ ഈ ഒരു ഉപ്മാവിൽ ഈ തേങ്ങയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/4 കപ്പോളം തേങ്ങയാണ്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഓട്സ് ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്മാവല്ലേ ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി വേണമെങ്കിൽ മാത്രം അല്പം നമ്മുടെ മല്ലിയില ഉണ്ടല്ലോ, അത് വേണമെങ്കിലും ചേർക്കാം. ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം. അതും ഒരു പ്രത്യേക ഫ്ലേവർ നമുക്ക് ഇതിലേക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി വീണ്ടും പുതിയ പുതിയ റെസിപ്പീസുമായി കാണുന്നത് വരെ താങ്ക് യു.